കേരളത്തെ സംബന്ധിച്ച് ഇന്ന് നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ തിരഞ്ഞെടുപ്പ് കോലാഹലങ്ങളും അതിനു പിന്നാലെ മുഖ്യമന്ത്രി ചർച്ചകളും ഒക്കെ നടന്നു. അതിനുശേഷം നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഇനി VDSന്റെ പുതുയുഗമാണ്. തെരഞ്ഞെടുപ്പിലൂടെ വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിലേറുന്ന പുതിയ സർക്കാരിൽ വലിയ പ്രതീക്ഷയുണ്ട് ജനങ്ങൾക്ക്. അധികാരമേറ്റെടുത്ത ഉടൻ ജനപ്രിയ പ്രഖ്യാപനങ്ങളും സർക്കാരിൽ നിന്നുണ്ടായി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ സർക്കാരിൽ ജനങ്ങൾക്ക് എത്രമാത്രം പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ജനങ്ങളോട് തന്നെ ഇക്കാര്യം ചോദിക്കുകയാണ്. എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. കേരളത്തിലെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഒപ്പം 21 പേരടങ്ങുന്ന മന്ത്രിസഭയും. മുന്നോട്ട് വെച്ച ജനക്ഷേമ പ്രവർത്തനങ്ങൾ VDS സർക്കാർ എങ്ങനെ നടപ്പിലാക്കുമെന്നാണ് ജനം ഉറ്റുനോക്കുന്നത്. പുതിയ സർക്കാരിൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചറിയാം. സതീശനായ നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആദ്യമായിട്ട് കയറുന്നതാണ്, ചെറുപ്പമാണ്. അത് പുള്ളിയും കയറിയില്ലുള്ളൂ. ഭരണം നടക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. പടിപടിയായിട്ട് എന്തെങ്കിലും പറയും. ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ സർക്കാർ നല്ല കാര്യമാണ്. നല്ല മാറ്റങ്ങൾ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നല്ല സർക്കാരായിരിക്കും എക്സ്പെക്റ്റേഷൻ ഉണ്ട്. മാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ട്. നിലവിലെ അവസ്ഥയിൽ മാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഉള്ള സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആരെയും കുറ്റം പറഞ്ഞല്ല കേട്ടോ. അപ്പോൾ അതിലൊരു മാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ട്. പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നു. കുറേ നാൾ 10 വർഷം കൂടി അടുത്തൊരു മന്ത്രിസഭ വന്നതല്ലേ. വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും കുറച്ച് സാധ്യതകളൊക്കെ ഉണ്ടാവും തോന്നുന്നു. പിന്നെ ലോണിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറേ ലോണൊക്കെ പറയണ്ടായിരുന്നല്ലോ. മാറ്റം വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ രണ്ട് സർക്കാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാര്യമായ ഖജനാവെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഖജനാവിലേക്ക് വല്ല വന്നിട്ട് വേണ്ടേ എന്തും ചെയ്യണേ. അതിനുള്ള പുറത്തേണ പ്രതീക്ഷകളൊന്നും വലിയ ഇതില്ല. സർക്കാർ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ സൂപ്പറാണ്. അവർക്ക് ഭരിക്കാനാണ്. നമുക്ക് എന്ത് കാര്യമുണ്ട്? നമ്മൾ വിലയെടുത്ത് നമുക്ക് ജീവിക്കാത്രേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. അങ്ങ് സതീശൻ്റെ ആൾക്കാരാണ്. കുഴപ്പമൊന്നുമില്ല. സൂപ്പറാണ് ആള്. വക്കീലായതുകൊണ്ട് നിയമപരമായിട്ടുള്ളതും നല്ലതായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ എറണാകുളംകാരനായതുകൊണ്ട് കുറച്ചുകൂടി പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല ഭരണം കാഴ്ചവെക്കട്ടെ. അതാണ് എല്ലാവരും ആഗ്രഹിക്കണത്. അപ്പം അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. സൗജന്യ യാത്ര എന്ന് വെച്ചാൽ എങ്ങനെയാവും? എല്ലാവർക്കും സൗജന്യം കൊടുത്താൽ പിന്നെ ഗവൺമെൻറ് പൂട്ടിപ്പോവില്ലേ? ശരിയല്ലേ? അപ്പം അതനുസരിച്ച് അവരെന്തെങ്കിലും വഴി കാണുകയാണെങ്കിൽ അത് നന്നായിരിക്കും. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിധത്തിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ കയറിയപ്പോൾ തന്നെ ആശാമാരുടെ വേതനം വർദ്ധിപ്പിച്ചു. അംഗൻവാടി ടീച്ചർമാരുടെ അവർക്കൊരു 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. LDF കഴിഞ്ഞ സർക്കാർ LDF സർക്കാർ പരാജയപ്പെട്ടെങ്കിലും അവരുടെ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ മേളിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. നല്ലൊരു ഭരണം കാഴ്ചവെക്കണമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. കഴിഞ്ഞ സർക്കാരിനേക്കാളും നല്ലൊരു പ്രതീക്ഷയുണ്ട് ഈ തവണ സർക്കാരിൽ. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഭരിക്കുകയാണെങ്കിൽ നല്ലപോലെ ഭരിച്ചാൽ നല്ലതല്ലേ? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഭരിക്കുകയാണെങ്കിൽ അതാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ജീവിതം ലക്ഷദ്വീപിലെ ജീവിതമായാലും ഇന്ത്യയിലെ ജീവിതമായാലും കേരളത്തിലെ ജീവിതമായാലും നല്ല പാർട്ടിയാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഭരണത്തിൽ ഇപ്പോൾ വന്നതിൽ ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രി ആവുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് നിലവിലുണ്ട്. ഒരുപാട് ആൾക്കാരിങ്ങനെ പാവത്തുങ്ങളുണ്ട്. അതുങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഒരു ഉപകാരം VD സതീശനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നോ ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം തന്നെ. പുള്ളി ഭരിക്കാൻ തുടങ്ങിയിട്ടില്ല ഇതുവരെ. ഇന്നാണ് സത്യപ്രതിജ്ഞ. ഇനി ഭാവി കാര്യങ്ങൾ പിന്നെ തീരുമാനിക്കാം. ഒരിക്കലും ഒരു പ്ലസ് പോയിന്റും കാണുന്നില്ല. സതീശൻ ഇപ്പോൾ 10 വർഷം നല്ല ഭരണം വെച്ചുകൊണ്ട് വന്നതാണ് നമ്മുടെ കേരളം. അതായത് പിണറായി സർക്കാർ. ആ സർക്കാരായിരിക്കും ഇപ്പോഴും മെച്ചം. ഇതെപ്പോൾ എവിടെ വീഴും എവിടെ പോകുന്നു നമ്മളിപ്പോഴും പറയുന്നില്ല. എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്, നല്ലതാകും എന്നാണ് പ്രശ്നം. ഒരു മാറ്റം വരും എന്നാണ് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. പുള്ളി തെറ്റിക്കായിരുന്നാൽ നല്ല കാര്യം. ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ അതുപോലെ തന്നെ പാലിച്ചാൽ തുടർന്നുള്ള ഇനി 5 വർഷം കൂടാതെ തുടർന്നുള്ള 5 വർഷം കൂടെ കിട്ടും. വളരെ നല്ലതായിരിക്കും. എന്താണ്, ഞാൻ ഒരു രാഷ്ട്രീയമുള്ള ആളല്ല.
അതിന് വളരെ നന്നായിട്ട് വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. സമ്മിശ്ര പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചത്. എങ്കിലും ഏറിയ പങ്കും വിചാരിക്കുന്നത് വി ഡി സതീശന് മികച്ച ഭരണം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ദീപകിനൊപ്പം മനീഷ് മാത്യു, ന്യൂസ് മലയാളം.